PM ശ്രീ പദ്ധതിയിൽ ഉപസമിതി റിപ്പോർട്ട് വന്നതിന് ശേഷം സമസ്ത തങ്ങളുടെ നിലപാട് പറയും. ചരിത്ര സത്യത്തിന് എതിരാണെങ്കിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറണം. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വാക്കുകളാണ്. സത്യത്തിൽ നമ്മുടെ മലയാളികളുടെ ഒരു ഗതികേട് നോക്കണേ. നമ്മൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ ഏറ്റിയ ഒരു സർക്കാർ, ആ സർക്കാർ ഏതൊരു പദ്ധതിയിൽ ഒപ്പിടണം ഒപ്പിടരുത് എന്ന് തീരുമാനിക്കുന്നത് ഏതാനും മത സംഘടനകളും മത നേതാക്കളുമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഈ മത നേതാക്കന്മാർക്ക് അങ്ങോട്ട് ഭരണം കൈമാറണം? മറ്റേ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഉള്ള കണക്ക് അവർ ഭരിച്ചോട്ടെ, അവർ ഭരിച്ച് മുടിച്ചോട്ടെ. കാരണം നമ്മുടെ നാട്ടിലുള്ള സർക്കാർ സ്കൂളുകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതി, ആ പദ്ധതിയുടെ കടക്കൽ കത്തിവെക്കുന്ന നിലപാടാണ് ഈ പറയുന്ന സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ സ്വീകരിക്കുന്നത്. ഇപ്പൊ ഇതിന് താഴെ കമന്റുമായിട്ട് കുറേയധികം ആളുകൾ വരും. സമസ്തയുടെ നേതാക്കന്മാരും അനുഭാവികളും എല്ലാവരും തന്നെ വോട്ട് ചെയ്യുന്ന പൗരന്മാരാണ്, അവർക്ക് ഈ പദ്ധതി നടപ്പാക്കരുത് എന്ന് ആവശ്യപ്പെടാനുള്ള അധികാരവും അവകാശവും ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ വോട്ട് ചെയ്യുന്ന ഒരു പൗരനാണ് ഞാൻ പറയുന്നു ഈ പദ്ധതി നടപ്പാക്കണം. എന്നെ പോലെ നിരവധി ആളുകൾ ഈ പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നവരോട്. കാരണം ഈ ഒരു പദ്ധതി നടപ്പാക്കി കഴിഞ്ഞാൽ നാളെ സ്കൂൾ കെട്ടിടത്തിന്റെ ഓട് തലയിൽ വീണ് ഒരു കുട്ടി മരിക്കില്ല, ക്ലാസ് റൂമിൽ പാമ്പ് കടിച്ചൊരു കുട്ടി മരിക്കില്ല. എന്തിനേറെ പറയുന്നു, ബുക്കും പുസ്തകവും ഇല്ലാതെ ഒരു കുട്ടിയുടെ പഠനം മുടങ്ങില്ല. അതിന് അത്രത്തോളം ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതി. ആ പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവന്മാരെ ചൂലിനടിച്ച് ഓടിക്കണം. ഉള്ള സത്യം പറയുക. ഇതിലും ഭേദം പിണറായി വിജയനായിരുന്നു. കാരണം പുള്ളി ആയിരുന്നെങ്കിൽ കടക്കു പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പുള്ളി ആട്ടി വിട്ടേനെ. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രതികരണം നമുക്കൊന്ന് കണ്ടു നോക്കാം. PM ശ്രീയിൽ സർക്കാർ ഉപസമിതിയുടെ തീരുമാനത്തിന് ശേഷം നിലപാട് പറയാമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. കാര്യങ്ങൾ പഠിച്ച് സർക്കാർ ചെയ്യട്ടെ. അധികാരത്തിലെത്തിയാൽ PM ശ്രീ റദ്ദാക്കുമെന്നാണ് പറഞ്ഞിരുന്നതെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഓർമ്മിപ്പിച്ചു. മുന്നോട്ട് പോകുന്നില്ല. അവര് പറഞ്ഞ അവര് കമ്മിറ്റി നിശ്ചയിച്ചിരിക്കണം. അപ്പൊ പഠിച്ചു ചെയ്യാന്നുള്ളൂ. അപ്പൊ പഠിച്ചു ചെയ്യട്ടെ. അധികാരത്തിലെത്തിയത് റദ്ദാക്കുന്നായിരുന്നു പ്രധാനപ്പെട്ട UDF-ന്റെ വാഗ്ദാനം. അത് അവരോട് ചോദിക്കേണ്ടതാണ്. അത് നമ്മളെ മുഖ്യമന്ത്രിയോട് ചോദിക്കാം. അധികാരത്തിലെത്തിയാൽ റദ്ദ് ചെയ്യുമെന്ന് പറഞ്ഞത്. അതെ, ജനം ടിവിയുടെ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ നിന്നിരുന്ന മാധ്യമ പ്രവർത്തകരോടാണ് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. ഈ പുള്ളി ഈ ഒരു വിഷയത്തിൽ നിലപാട് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ചോദ്യം തിരിച്ചൊന്നും ചോദിക്കാൻ പറ്റുള്ളൂ. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാതെ താങ്കൾ എന്തിനാണ് സർക്കാരിന്റെ നയപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെടുന്നത്? താങ്കൾക്ക് എന്താ യോഗ്യതയാണുള്ളത്? പോയി അടുത്ത ഒരു പഞ്ചായത്ത് ഇലക്ഷനിലെങ്കിലും പോയി മത്സരിച്ച് ജയിച്ചിട്ട് വന്നിട്ട് ഈ ഒരു ഡയലോഗ് അടിക്കാൻ പറയാനുള്ള തന്റെ ഇടം നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കില്ല. എന്നിട്ട് വലിയൊരു ടാഗ് ലൈനും വെച്ചുകൊണ്ട് അന്തിച്ചർച്ച നടത്തും. നേരോടെ, നിർഭയം, നിരന്തരം, അതേണക്ക് തന്നെ നേരെ ചൊവ്വേ, പറയാതെ വയ്യ, അങ്ങനെയൊക്കെ പറഞ്ഞ് ടാഗ് ലൈൻ വെച്ചുകൊണ്ട് അന്തിച്ചർച്ച നടത്തിയാൽ മാത്രം പോരാ. ഇത്തരം ആളുകളോട് തന്റെ ഇടത്തോട് ചോദിക്കാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത ഒരു വ്യക്തി എന്തിനാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത്? അതും പ്രത്യേകിച്ച് വിദ്യാഭ്യാസം പോലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ഇടപെടുന്നത്. എന്നാൽ ഈ ഒരു പദ്ധതിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ എത്രത്തോളം വലുതാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഇത് ഈ പറയുന്നവരാരും തന്നെ ഒന്നും പറയത്തില്ല. ഓരോ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളിന് പ്രതിവർഷം ഏകദേശം 85 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ശരാശരി 1 കോടി വർഷം ലഭിക്കും. 1 കോടി പ്രതിവർഷം 1 കോടി രൂപ ലഭിക്കും. 2 കോടി വരെ കേന്ദ്ര സംസ്ഥാന വിഹിതം 60-40. ഇത് ഇൻഫ്രാസ്ട്രക്ചർ വികസനം, ഡിജിറ്റൽ ടൂളുകൾ, ടീച്ചർ ട്രെയിനിങ് എന്നിവയ്ക്ക് ഉപയോഗിക്കാം. ആധുനിക ലാബുകൾ, അഡൽ തിങ്കറിംഗ് ലാബുകൾ, കായിക സൗകര്യങ്ങൾ, ശുചിത്വം, കുടിവെള്ളം, വൈദ്യുതി, സുരക്ഷിത കെട്ടിടങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തൽ, സോളാർ പാനലുകൾ, LED ലൈറ്റിംഗ്, ജലസംരക്ഷണം, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ന്യൂട്രീഷൻ ഗാർഡൻ, വേസ്റ്റ് മാനേജ്മെന്റ്, പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസ്, പ്രകൃതി സൗഹൃദ ഗ്രീൻ സ്കൂൾ മോഡലുകൾ. കേരളം പദ്ധതിയിൽ ചേർന്നതോടെ 336 സ്കൂളുകൾക്ക് ഏകദേശം ഈ ഒരു പദ്ധതിയുടെ ഗുണം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഓരോ സ്കൂളിലും പ്രതിവർഷം വാർഷിക ഫണ്ടായിട്ടാണ് ഈ 2 കോടി രൂപയ്ക്കടിക്ക് കിട്ടുന്നത്. ഇത്രത്തോളം ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഏതാനും ചില മതസംഘടനകളുടെ, ചില തൊഴുത്തിൽ കുത്ത് വിദ്യാർത്ഥി സംഘടനകളുടെ മുറവിളിയിൽ ഇപ്പോൾ ഉപേക്ഷിക്കാണ്ട് തയ്യാറെടുക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ തലയിൽ ഓടി വീണാലും, സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തലയിൽ ഓടി വീണ് മരിച്ചാലും, ക്ലാസ് റൂമിൽ വെച്ച് പാമ്പ് കടിച്ച് മരിച്ചാലും ഇവർക്ക് ആർക്കും പ്രശ്നമില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന സമസ്ത ഉൾപ്പെടെ ഉള്ളവരുടെ ബാക്കപ്പ് ചെയ്യുന്ന ആളുകൾ, ഇവരിൽ പലർക്കും ഈ സംസ്ഥാനത്ത് സ്വകാര്യ സ്കൂളുകളുണ്ട്, അല്ലെങ്കിൽ സ്വകാര്യ കോളേജുകളുണ്ട്. സർക്കാർ സ്കൂളുകൾ നല്ല മികച്ച നിലവാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും കച്ചവടം കൂട്ടും. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു പദ്ധതിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒപ്പുവെക്കുന്നതിന് ഇവർ തടയാൻ ശ്രമിക്കുന്നത്.
അല്ലാതെ ഇവർക്ക് ആർക്കും മറ്റൊരു പ്രശ്നവുമില്ല. പിന്നെ ആകപ്പാടുള്ള പ്രശ്നം ഇത് കേന്ദ്ര സർക്കാർ പ്രോജക്റ്റാണ്. ഈ ഒരു പദ്ധതിയുടെ ഗുണഗണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ കേരളത്തിലെ BJPയുടെ സ്വാധീനം ഒരുപക്ഷെ ഇനിയും വർദ്ധിക്കും. ആ ഒരു ഭയവുമുണ്ട്. സത്യത്തിൽ BJPയോടുള്ള അന്ധമായിട്ടുള്ള രാഷ്ട്രീയ വിരോധം, പിന്നെ ഈ മതസംഘടനകളുടെ എല്ലാം ഭാഗമായിട്ടിരിക്കുന്ന പല നേതാക്കന്മാർക്കും ഉള്ള വ്യക്തി താല്പര്യങ്ങൾ, അതായത് ഇവരുടെ എല്ലാം പ്രൈവറ്റ് സ്കൂളുകളിലേക്കുള്ള കുട്ടികളുടെ ഒഴുക്ക് അത് കുറഞ്ഞു പോകും. ആ ഒരു ഭയവുമാണ് ഈ ഒരു പദ്ധതിക്ക് തുരങ്കം വെക്കാണ്ട് ഇവരെല്ലാം പ്രേരിപ്പിക്കുന്നത്. എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഈ ഒരു പദ്ധതിയിൽ നിന്ന് ഇവർ പിന്മാറുകയാണെങ്കിൽ ആ ക്ഷണം കേരളത്തിലെ മാതാപിതാക്കൾ ഒന്നടങ്കം തെരുവിലിറങ്ങണം, സമരം ചെയ്യണം. പറ്റുവാണെങ്കിൽ ഈ ഒരു പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിനെ പിന്മാറ്റാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള നപുംസകങ്ങളെ കൈകാര്യം ചെയ്യാണ്ട് മടിക്കരുത്. കാരണം ഈ സംസ്ഥാനത്ത് 100 കൊല്ലം പിന്നോട്ട് അടിക്കുക, ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന കുറെ അധികം ആളുകൾ ഈ സംസ്ഥാനത്തെ ഇന്ന് കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരിയാണോ?